അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പലപ്പോഴും സഹോദരിമാർക്കുള്ളൊരു പ്രശ്നമാണ് തട്ടമിടാതെ ഒളുവെടുത്താൽ അല്ലെങ്കിൽ ഒളുവെടുക്കുമ്പോൾ തട്ടം നീങ്ങിപ്പോയാൽ ഔറത്ത് വെളിവായാൽ ഇതുമൂലം ഒളുവിനെ ബാധിക്കുമോ, ഒളു ബാത്തിലാകുമോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒളു മുറിയുന്ന വിഷയത്തിൽ തല വെളിവാവുക, ഔറത്ത് കാണുക എന്നൊന്നും പറയപ്പെട്ടിട്ടില്ല. ഔറത്ത് വെളിവായതുകൊണ്ട് ഒളു ബാത്തിലാവുകയില്ല. ഒളു ബാത്തിലാകണം, ഒളു പോകണമെങ്കിൽ അതിൻ്റെതായ കാരണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഔറത്ത് കാണുക എന്നുള്ളത് കൊണ്ട്, ഔറത്ത് വെളിവാവുക എന്നുള്ളത് കൊണ്ട് ഒളു നഷ്ടമാവുകയില്ല. അതുകൊണ്ട് തന്നെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം തലയിൽ മുണ്ടിടാതെ അല്ലെങ്കിൽ തല തട്ടമിടാതെ ഒളുവെടുത്താൽ അല്ലെങ്കിൽ ഒളുവെടുക്കുമ്പോൾ തട്ടം നീങ്ങിപ്പോയാൽ അതുകൊണ്ട് ഒളുവിനെ അത് പ്രതികൂലമായി ബാധിക്കുന്ന വിഷയമല്ല. എന്നാൽ അന്യപുരുഷന്മാരുള്ള സ്ഥലത്ത് ഒളുവെടുക്കുമ്പോൾ ആ ഔറത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായി പരിശോധിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ മഹാനായ ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്താവയിൽ കൊടുത്തൊരു വിശദീകരണം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. യജൂസുൽ മർഅതി അൻ തതവല്ലഅ വറഅസുഹാ മക്ശൂഫുൻ. തല തുറന്നിട്ട് ഒരു സഹോദരി ഒളുവെടുക്കൽ അനുവദനീയമാണ്. ബൽ ഇന്നഹാ ഇദാ അറാദ മസ്ഉർ റഅസി ഫലാ ബുദ്ദ അൻ തംസഹ അലാ റഅസിഹാ. തല തടവുന്ന സമയത്ത് തലയിൽ തടവേണ്ടത് അനിവാര്യമായ ഒരു ഘടകമാണല്ലോ. വഇദാ കാന അലൈഹാ ഖിമാറുൻ. തലയിൽ തട്ടം ധരിച്ചിരിക്കുന്ന ഒരു സഹോദരിയാണ്. ഫഇന്നഹാ തംസഹു അലൽ ഖിമാർ ഇദാ കാന മഷ്ദൂദൻ തഹത ഹൽഖിഹാ. തട്ടം താടിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കരുതുക. അത് അഴിക്കാൻ പ്രയാസമാണെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം ആ ഖിമാർ, ആ തട്ടത്തിന്റെ മുകളിൽ തല തടവുമ്പോൾ തടവിയാൽ മതിയാവും. വഇല്ലാ ഫഇന്നഹാ തക്ഷിഫു റഅസഹാ വതംസഹു. എന്നാൽ തല വെളിവാവുകയോ അല്ലെങ്കിൽ തലയിൽ ധരിച്ചിരിക്കുന്ന തട്ടം മാറ്റാൻ പറ്റുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തലയിൽ തന്നെയാണ് തടവേണ്ടത്. ഫസത്തുർ റഅസ് ലൈസ ശർതൻ ലിസിഹത്തിൽ വുളു. തല മറക്കുക എന്നുള്ളത് വുളുഇന്റെ സ്വീകാര്യതയുമായി ബന്ധപ്പെട്ട ഷർത്തിൽപ്പെട്ടതല്ല, നിബന്ധനയിൽപ്പെട്ടതല്ല എന്ന് വിശദീകരിച്ച് കാണാൻ കഴിയും. അപ്പോൾ തലയിൽ മുണ്ടിടാതെ തട്ടമിടാതെ ഒളുവെടുത്തു അല്ലെങ്കിൽ ഒളുവെടുക്കുമ്പോൾ തലയിൽ ധരിച്ചിരുന്ന തട്ടം അഴിച്ചു വെച്ചു എന്നുള്ളത് കൊണ്ടൊന്നും ഒളുവിനെ പ്രതികൂലമായി ബാധിക്കുകയില്ല എന്നാണ് ഈ ചർച്ചയിലൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.